കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അലി ഖാംനഈ അദ്ദേഹം ചില മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായി ഒരു യോഗം കൂടുകയാണ്. ആ യോഗത്തിനൊടുവിൽ അദ്ദേഹം തന്നെ മുമ്പിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഒരു വിവാഹാലോചനയുടെ കാര്യം വെക്കുകയാണ്. അദ്ദേഹം ആ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, ഒരു യുവാവുണ്ട്, ആ യുവാവ് തീരെ ദരിദ്രനാണ്, അദ്ദേഹത്തിന്റെ വിവാഹം നടത്തിക്കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് പറ്റിയ മകൾ ഉള്ള പിതാവാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? സാധാരണയായി രക്തസാക്ഷികളുടെ മക്കൾക്കു വേണ്ടി കല്യാണാലോചന നടത്തി അനുയോജ്യരായ ആളെ കണ്ടുപിടിച്ച് അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു രീതി ഈ പറയപ്പെട്ട ആത്മീയ നേതാവിനുണ്ട്. അപ്പൊ ആളുകൾ വിചാരിച്ചു, ദരിദ്രനായ ഒരു യുവാവല്ലേ, അങ്ങനെ ഏതെങ്കിലും രക്തസാക്ഷികളുടെ കുടുംബത്തിൽപ്പെട്ട ആരുടെയെങ്കിലും പയ്യനായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആരും മിണ്ടിയില്ല. പക്ഷെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, പാർലമെന്റ് സ്പീക്കർ ജനാബ് ഗുലാം അലി, അദ്ദേഹം ഉടനെ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് എൻ്റെ മകളെ നൽകാം, എനിക്കും വിവാഹപ്രായമെത്തിയ ഒരു മകളുണ്ട്, ഞാൻ നൽകാം. പക്ഷെ എനിക്ക് ആ യുവാവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ മതനിഷ്ഠ, അദ്ദേഹത്തിന്റെ ദീനിയായ ജീവിത പരിസരം, ഇതെല്ലാം എനിക്കറിയണം. ഇതറിഞ്ഞാൽ അത് എനിക്ക് തൃപ്തമാണെങ്കിൽ ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറായി. അദ്ദേഹം ഉടനെ ഖാംനഈ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറയാം, പക്ഷെ അദ്ദേഹം ദരിദ്രനാണ്. ആദ്യമേ അദ്ദേഹം പറഞ്ഞു, ആ യുവാവ് ദരിദ്രനാണ്, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അദ്ദേഹം നല്ലൊരു വിശ്വാസിയാണ്, ദൈവഭക്തനാണ്, നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. ഇത് കേട്ടപ്പോ പാർലമെന്റ് സ്പീക്കറായിരുന്ന ജനാബ് ഗുലാം അലി അദ്ദേഹം പറഞ്ഞു, എങ്കിൽ തീർച്ചയായും അവന്റെ ദാരിദ്ര്യം എനിക്ക് പ്രശ്നമല്ല, അവൻ നല്ല സ്വഭാവക്കാരനും ദീനീബോധമുള്ളവനും മതനിഷ്ഠയുള്ള ആളുമാണെങ്കിൽ അയാൾക്ക് എൻ്റെ മകളെ ഞാൻ നൽകാൻ തയ്യാറാണ്. മകൾക്കും കൂടി ഇഷ്ടപ്പെട്ടാൽ വിവാഹം നടത്താനും ഞാൻ തയ്യാറാണ്. ഇതെല്ലാം പറഞ്ഞുറപ്പിച്ചു. ഉറപ്പിച്ചതിന്റെ ഭാഗമായി അവരൊരു ഫാത്തിഹ ഓതി. യോഗം പിരിയുന്ന സമയമായപ്പോ ഈ സ്പീക്കർ, പാർലമെന്റ് സ്പീക്കറായിരുന്ന ജനാബ് ഗുലാം അലി ഖാംനഈയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട നേതാവേ, നിങ്ങളൊരു യുവാവായ ദരിദ്രനായ പയ്യനെ കുറിച്ച് പറഞ്ഞു, വിവാഹാലോചന നടത്തി, അയാളുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു തരാമെന്നും പറഞ്ഞു. പക്ഷെ ആ പയ്യൻ ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ് അതും അറിയണമല്ലോ. ആ പയ്യന്റെ വീട് എവിടെയാണ്, അവന്റെ മാതാപിതാക്കൾ ആരാണ്, അവന്റെ വാപ്പായും ഉമ്മായും ജീവിച്ചിരിപ്പുണ്ടോ, അതല്ല അവര് രക്തസാക്ഷികളായതാണോ, ആ പയ്യൻ ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഉടനെ ഖാംനഈ ആ ചോദിച്ച ആ സ്പീക്കറിനോട് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, ഞാൻ പറഞ്ഞ ദരിദ്രനായ യുവാവ്, എന്നാൽ സ്വഭാവത്തിലും മതപരമായ ജീവിതത്തിലും 100% ഞാൻ ഉറപ്പ് നൽകിയ ആ യുവാവ് എൻ്റെ മകനായ മുജ്തബയാണ്. ആര് പറഞ്ഞു? ഖാംനഈ പറയുക, എൻ്റെ മകനായ മുജ്തബയാണ്. അദ്ദേഹമാണ് ഇന്ന് ഇറാനെ നിയന്ത്രിക്കുന്ന സുപ്രീം ലീഡർ മുജ്തബ ഖാംനഈ. ഈ ഒരു മറുപടി കേട്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം നിരാശരായി. ബാക്കിയുള്ള ആളുകളെല്ലാം ആകെ സങ്കടത്തിലായി. കാരണം ഈ മകനെ ഞങ്ങളുടെ മകൾക്ക് കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കാൻ ഇരുന്നവരായിരുന്നു കൂട്ടത്തിൽപ്പെട്ട ആളുകളെല്ലാം.
പക്ഷെ അവരുടെ മുമ്പിലേക്ക് ഖാംനഈ തന്നെ ഈ വിഷയം എടുത്തിട്ടപ്പോ അവരുടെ മുമ്പിൽ പറയപ്പെട്ട മഹത്തായ അവസരത്തിന് പിന്നിൽ ഒളിഞ്ഞിരുന്ന വലിയ സൗഭാഗ്യത്തെ തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെയായി പോയി. അങ്ങനെ പറഞ്ഞുറപ്പിച്ചതുപോലെ എല്ലാവരുടെയും മുഖത്ത് നിരാശ പടർത്തിക്കൊണ്ട് ഖാംനഈയുടെ മകനായ മുജ്തബയും ജനാബ് ഗുലാം അലിയുടെ മകളായ സഹറയും വിവാഹിതരാവുകയാണ്. വിവാഹിതരായി കുറെ നാൾ ജീവിച്ചു. ആ മകളാണ് കഴിഞ്ഞ ദിവസം ഖാംനഈക്കെതിരെ മിസൈലാക്രമണം ഉണ്ടായപ്പോൾ അദ്ദേഹം ഷഹീദായപ്പോ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഷഹീദായാൻ ഭാഗ്യം കിട്ടിയത് ഈ സഹറ എന്ന് പറയുന്ന മരുമകളാണ്. ഈ മരുമകൾ അദ്ദേഹത്തിനോടൊപ്പം ഷഹീദായ ആളുകളിൽപ്പെട്ടയാളാണ്. അപ്പൊ ഞാൻ ഈ വിഷയം പറഞ്ഞത്, ചില അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. അത് നമുക്കുള്ള അവസരമാണോ എന്നുപോലും നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. വലിയ അവസരങ്ങൾക്കു പിന്നിൽ ലളിതമായ സൗഭാഗ്യങ്ങൾ നമ്മെ തേടി വരുമ്പോ ആ സൗഭാഗ്യങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നീട് അതിന്റെ പേരിൽ വലിയ നഷ്ടം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അള്ളാഹു നമ്മുടെ മുമ്പിൽ വലിയൊരു അവസരം നമുക്ക് നൽകിയിരിക്കുകയാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന വമ്പൻ ഓഫർ. ഈ ഓഫർ ബിസ്മി തരുന്ന ഓഫർ അല്ല, ഈ ഓഫർ ലുലുമാട് തരുന്ന ഓഫർ അല്ല, ഈ ഓഫർ എസ്എം തരുന്ന ഓഫർ അല്ല. അതിനും മുകളിൽ അള്ളാഹു നൽകുന്ന മഹത്തരമായ ഓഫർ, ഒരവസരമാണ് ലൈലത്തുൽ ഖദർ. ഈ ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടു പോയാൽ തന്റെ മരുമകളായി അല്ലെങ്കിൽ തന്റെ മരുമകനായി ഖാംനഈയുടെ മകനെ തന്റെ മകളുമായി കെട്ടിച്ച മരുമകനെ വീട്ടിലേക്ക് ആനയിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കില്ലാതായി പോയല്ലോ എന്നോർത്തുകൊണ്ട് നിരാശപ്പെട്ട ആളുകളുടെ അവസ്ഥയാവും നമുക്ക്. അതുകൊണ്ട് അള്ളാഹു നൽകിയ വലിയൊരു ഓഫർ ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നിരന്തരം നമ്മൾ പാരായണം ചെയ്യുന്നതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഹിമാലയത്തിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, ഹിമാലയത്തിന്റെ മലഞ്ചെരുവില് പ്രധാനപ്പെട്ട ഒരു പുഷ്പം വിടരാറുണ്ട്. ഒരു വർഷത്തിൽ ഒന്നു മാത്രമാണത് വിടരുക. ആ പുഷ്പത്തിന്റെ പേര് ബ്രഹ്മകമലം എന്നാണ്. ബ്രഹ്മകമലം വർഷത്തിൽ ഒന്നേ വിടരുകയുള്ളൂ. വിടരുന്നത് പകലിലല്ല, വിടരുന്നത് രാത്രിയിലാണ്. രാത്രിയിൽ വിടരും. നേരം വെളുക്കുന്നതിന് മുമ്പേ അതിന്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് അതിന്റെ ഇലകളെല്ലാം പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും. ഖദറിലാണ് നബിയെ ഖുർആൻ ഇറക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത. നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഖുർആൻ ഇറക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അതുകൂടാതെ ഒരു വർഷം മുതൽ അടുത്ത വർഷം വരെ എന്തെല്ലാം ആ വർഷത്തിൽ സംഭവിക്കണമെന്ന് അള്ളാഹു തീരുമാനിക്കുന്നത് ഈ രാത്രിയിലാണ്. ആരൊക്കെ വിവാഹം കഴിക്കണം, ആരുടെ മോളെ കെട്ടണം, നമ്മൾ ആലോചിക്കും. ആലോചിച്ചിട്ട് അവസാനം ഒത്തുവരുമ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോകും. ആരൊക്കെ എന്തൊക്കെ കഴിക്കണം, എത്ര കാലം ജീവിക്കണം, ഇങ്ങനെയുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ഈ രാത്രിയിലാണ്. അതാണ് ഈ രാത്രിയുടെ ഒരു പ്രത്യേകത. ആ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ് ഖുർആൻ ഇറങ്ങി എന്നുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. തീർച്ചയായും ഖുർആനിനെ നാം ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണ്. ഖുർആനിനെ നാം ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണ്. അതുകൊണ്ട് തന്നെ റമദാനിൽ ധാരാളമായി നാം പാരായണം ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. കഴിയുന്ന രീതിയിലെല്ലാം, യാത്രയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വെളിയിലാണെങ്കിലും അകത്താണെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനുമുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ആ ഖുർആനുമായിട്ടൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട സമയമാണ് ഈ റമദാനിന്റെ ഈ സമയങ്ങൾ, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിന്റെ സമയം. ധാരാളമായി ഖത്തം പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ
ഖുർആൻ ഇറക്കപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. ഈ ഖുർആനാണ് എപ്പോഴും ഉയർന്നു നിൽക്കേണ്ടത്. ഖുർആനിനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. അങ്ങനെ മുൻഗണന നൽകണം എന്ന് പഠിപ്പിക്കുകയായിരുന്നു ന്യൂയോർക്ക് നഗരത്തിന്റെ പുതിയ മേയറായിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചാർജ് എടുത്ത മംദാനി. അയാള് ന്യൂയോർക്കിന്റെ മേയറായിട്ട് ചാർജ് എടുക്കുമ്പോ സത്യം ചെയ്തത് ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ്, ഖുർആൻ തൊട്ടുകൊണ്ടാണ്. 2 ഖുർആൻ, ഒരു ഖുർആൻ വാപ്പുപ്പാടെ ഖുർആൻ, ഒരു ഖുർആൻ വാപ്പുമ്മാടെ ഖുർആൻ. അവരുപയോഗിച്ചുകൊണ്ടിരുന്ന 2 ഖുർആൻ ആ ഖുർആനിൽ കൈവച്ചുകൊണ്ടാണ് ന്യൂയോർക്കിന്റെ മേയറായി അധികാരത്തിൽ വന്ന മംദാനി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഖുർആനിന് പ്രാധാന്യം നൽകണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. നമ്മള് ആ ഖുർആൻ ഇമാമാണെന്ന് പറയുകയും പക്ഷെ നമ്മുടെ ജീവിതത്തിലുടനീളം ആ ഖുർആനിനെ നമ്മൾ മഅ്മൂം ആക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. നാളെ ഖബറിൽ ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് നിന്റെ ഇമാം? ഒമാ ഇമാമുക്ക്, നിന്റെ ഇമാം ആരാ? അപ്പൊ നിങ്ങളുടെ പള്ളിയിലെ ഇമാമിന്റെ പേര് പറഞ്ഞാൽ ഇടി 2 കൂടുതൽ കിട്ടും. അവിടെ പറയേണ്ടത് പള്ളിയിലെ ഇമാമിന്റെ പേരല്ല, പിന്നെ ഖുർആനാണ് എന്റെ ഇമാം എന്നാണ്. ഒരാൾ ഇമാമാണെങ്കിൽ അയാൾ എവിടെയാണ് നിൽക്കേണ്ടത്? നമ്മുടെ മുമ്പിലാണ്. ഖുർആനാണ് നമ്മുടെ ഇമാമെന്ന് നാം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ നിർത്തേണ്ട സാധനമാണ് ഖുർആൻ. പക്ഷെ ആ ഖുർആനിനെ നമ്മൾ പുറകിലാക്കുന്നു, ആ ഖുർആനിനെ നമ്മൾ അവഗണിക്കുന്നു. ആ ഖുർആനുമായി ഒരു ബന്ധം പുലർത്തേണ്ട മാസം കൂടിയാണ് റമദാൻ, ലൈലത്തുൽ ഖദറൊക്കെ. കാരണം ഈ രാത്രിയിലാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത്. എന്നിട്ട് നബിയോട് അല്ലാഹു ചോദിക്കുന്നു, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ഈ ലൈലത്തുൽ ഖദർ എന്താണെന്ന് നബിയെ താങ്കൾക്കറിയുമോ? അങ്ങനെ ചോദിക്കുന്നത് നബി മറുപടി പറയാൻ വേണ്ടിയല്ല, ആ രാത്രിയുടെ മഹത്വം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി. ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ എന്നൊരാൾ ചോദിച്ചാൽ ഞാൻ ഉസ്താദാണ് എന്ന് ആ ചോദിക്കപ്പെടുന്നയാൾ മറുപടി പറയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല, ഞാൻ വലിയ ആളാണ് എന്ന് ആ ചോദ്യത്തിലൂടെ ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്. അതേ ചോദ്യമാണ് അള്ളാഹിന്റെ ചോദ്യം, ഈ ലൈലത്തുൽ ഖദർ എന്താണെന്ന് താങ്കൾക്കറിയാമോ? എന്നിട്ട് അള്ളാഹു തന്നെ പറയുകയാണ്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ മഹത്തരമായ ഉത്തമമായ രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. 1000 മാസത്തേക്കാൾ, 1000 മാസം എന്നല്ല പറഞ്ഞത്, 1000 മാസത്തേക്കാൾ. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷവും 4 മാസവുമാണ്. ഈ 83 വർഷവും 4 മാസവും ഒരാൾ ചെയ്യുന്ന ഇബാദത്ത്, ആ ഒരു കൂലി ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഖൈർ മിൻ എന്ന അറബി പറഞ്ഞാൽ കൂടുതൽ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കാനാണ്. ഈ 1000 മാസത്തേക്കാൾ അള്ളാഹു നൽകുന്ന എത്രയോ വലിയ കാരുണ്യമാണിത്. അതിന്റെ അർത്ഥം ഈ രാത്രിയിൽ ഒരാള് 1 രൂപ സ്വതക്ക ചെയ്താൽ 83 വർഷവും 4 മാസവും തുടർച്ചയായിട്ട് സ്വതക്ക ചെയ്തതിന്റെ കൂലിയാണ് കിട്ടുന്നത്. ഏതാ? ലൈലത്തുൽ ഖദർ ഇല്ലാത്ത ദിവസങ്ങളുണ്ടല്ലോ, ഇല്ലാത്ത ദിവസങ്ങളിൽ 83 വർഷവും 4 മാസവും തുടർച്ചയായി സ്വതക്ക ചെയ്യുന്നതിന്റെ കൂലി. 83 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്നുള്ള കാര്യം പോലും അറിയില്ല. അതുകൊണ്ട് ആ കൂലി കിട്ടണമെങ്കിൽ ഈ രാത്രിയിൽ സ്വതക്ക ചെയ്യണം, ഈ രാത്രിയിൽ ദാനം ചെയ്യണം. ഒരാൾ ഈ രാത്രിയിൽ 2 റക്അത്ത് നമസ്കരിച്ചാൽ അയാൾക്ക് കിട്ടുന്ന കൂലി 83 മാസവും 83 വർഷവും 4 മാസവും നമസ്കരിച്ച കൂലിയാണ് ഒറ്റ 2 റക്അത്ത് നമസ്കാരം കൊണ്ട് കിട്ടുക. ഒരു ഖത്തം തീർത്താൽ 83 വർഷവും 4 മാസവും തുടർച്ചയായിട്ട് ലൈലത്തുൽ ഖദർ ഇല്ലാത്ത രാത്രികളിൽ തുടർച്ചയായിട്ട് ഖത്തം ചെയ്ത കൂലിയാണ് ഈ രാത്രി കൊണ്ട് കിട്ടുക. ചെറിയൊരു കാര്യമല്ല.
നമ്മള് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഒരുപാട് കാലം. ആ ഒരുപാട് കാലം ജീവിച്ചതിന്റെ പുണ്യം ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. മുമ്പൊരു പോരാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഷംഊനുൽ ഗാസി എന്നായിരുന്നു. ഇന്ന് ചില ആളുകൾ കുട്ടികൾക്ക് പേരിടാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ഇഹാൻ ഗാസി എന്നാണ്. ഈ ഗാസിയാണ്, ഗാസി പോരാളി എന്നാണ് അർത്ഥം. ഷംഊനുൽ ഗാസി 1000 വർഷത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയ മുജാഹിദാണ്, പോരാളിയാണ്. അയാളെ കുറിച്ച് നബിതങ്ങൾ സഹാബാക്കളോട് പറഞ്ഞപ്പോ സഹാബാക്കൾക്കെല്ലാം വല്ലാത്ത സങ്കടം തോന്നി. നബിയെ, അയാൾക്ക് അത്രയും കൂലി കിട്ടിയത് അയാൾ അത്രയും കാലം ജീവിച്ചത് കൊണ്ടല്ലേ? ഞങ്ങൾ 60 വയസ്സ് 70 വയസ്സ് വരെ ജീവിക്കുന്ന ആൾക്ക് ഈ 1000 കൊല്ലം യുദ്ധം ചെയ്തതിന്റെ പുണ്യം എങ്ങനെയാണ് കിട്ടുക? അപ്പൊ അങ്ങനെ സഹാബാക്കളുടെ ദുഃഖത്തിനുള്ള പരിഹാരമായിട്ട് ആ പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാനുള്ള അവസരം അല്ലാഹു ലൈലത്തുൽ ഖദറിലൂടെ മുഹമ്മദിയ ഉമ്മത്തിന് അല്ലാഹു നൽകുകയാണ്. അപ്പോൾ ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് 1000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രി. ഏത് നന്മ ചെയ്താലും അതിനെല്ലാം കിട്ടുന്നത് ഈ പറയപ്പെടുന്ന 83 വർഷവും 4 മാസവും തുടർച്ചയായിട്ട് ആ പുണ്യം ചെയ്തതിന്റെ കൂലിയാണ് കിട്ടുക. അതാണ് ഈ രാത്രിയുടെ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. എന്നിട്ട് അല്ലാഹു വീണ്ടും പറഞ്ഞു, തനസ്സലുൽ മലായികത്തു വറൂഹ്. തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ്. ഈ സമയത്ത് മലക്കുകൾ ഇറങ്ങി വരും. വറൂഹ്, റൂഹും ഇറങ്ങി വരുന്ന രാത്രിയാണ്. റൂഹ് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ തലതൊട്ടപ്പനായ വാനവരമ്പനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീലും ഇറങ്ങി വരുന്ന രാത്രിയാണ്. മലക്കുകൾ എന്തിനാ ഭൂമിയിലേക്ക് വരുന്നത്? കഞ്ഞിക്ക് വേണ്ടി അടിയുണ്ടാക്കുന്ന, സമൂസയ്ക്ക് വേണ്ടി പിടിച്ചു പറിക്കുന്ന, ആളുകളെ കുറ്റം പറയുന്ന, ആക്ഷേപിക്കുന്ന ഈ ഭൂമിയിലേക്ക് അത്ര സുന്ദരമായ സ്വർഗത്തിൽ നിന്ന് മലക്കുകൾ ഇറങ്ങി വന്ന് വെറുതെ ഇടങ്ങേറാവണോ? മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് സ്വർഗത്തിലില്ലാത്ത ചില കാര്യങ്ങൾ ഭൂമിയിലുള്ളത് കൊണ്ടാണ്. പ്രധാനമായും 2 കാര്യങ്ങൾ സ്വർഗത്തിലില്ല, അത് ഭൂമിയിലുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഭൂമിയിൽ സമ്പന്നരായ ആളുകൾ ദരിദ്രരായ ആളുകൾക്ക് ആഹാരം നൽകുന്നു, അവരെ നോമ്പ് തുറപ്പിക്കുന്നു, അവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നു, അവരുടെ പട്ടിണി മാറ്റുന്നു, അവരുടെ ദാരിദ്ര്യം മാറ്റുന്നു. സമ്പന്നരായ ആളുകൾ നൽകുന്ന ആഹാരം കഴിച്ചിട്ട് ദരിദ്രരായ ആളുകൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. ഈ ഏർപ്പാട് ഭൂമിയിലില്ല, ഈ ഏർപ്പാട് സ്വർഗത്തിലില്ല, ഭൂമിയിലേ ഉള്ളൂ. ആഹാരം കൊടുക്കുന്ന ഏർപ്പാട് ഭൂമിയിലേ ഉള്ളൂ. അതുകൊണ്ടാണ് നോമ്പ് തുറപ്പിക്കണേ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പള്ളിയിലെ ഉസ്താദിന് ചെലവിന് കൊടുക്കണേ എന്ന് പറയുന്നത്. ഷിയാ ഉസ്താദ് ഉറങ്ങല്ലേ, ചെലവിന് കൊടുക്കണേ എന്ന് പറയുന്നത് കൊണ്ടാണ്. കാരണം അത് സ്വർഗത്തിലില്ല പരിപാടി, ഭൂമിയിലേ ഉള്ളൂ. കാരണം മലക്കുകൾക്ക് ഫുഡിന്റെ ആവശ്യമില്ല. തസ്തആമുഹും തസ്ബീഹുഹും, അവരുടെ ആഹാരം എന്ന് പറയുന്നത് തസ്ബീഹാണ്. തസ്ബീഹ് പറയുമ്പോൾ വയറ് പറയും, അതാണ് അവരുടെ ആഹാരം. അപ്പോ അങ്ങനെ ഒരു മഹത്തരമായ കാര്യം ഭൂമിയിൽ നടക്കുമ്പോ ആ രംഗം കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ വേണ്ടിയാണ് മലക്കുകൾ ഈ രാത്രിയിൽ വരുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, സ്വർഗത്തിലില്ലാത്ത രണ്ടാമത്തെ കാര്യം, പാപങ്ങൾ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണുനീർ പൊഴിക്കുന്നവർ ഭൂമിയിലേ ഉള്ളൂ, സ്വർഗത്തിലില്ല. ഇസ്തിഗ്ഫാർ നടത്തുന്നവർ ഭൂമിയിലേ ഉള്ളൂ, തൗബ ചെയ്യുന്നവർ ഭൂമിയിലേ ഉള്ളൂ. പാതിരാവിൽ അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നവർ ഭൂമിയിലേ ഉള്ളൂ, സ്വർഗത്തിലില്ല. ഈ പൊട്ടിക്കരയുന്ന രംഗം കാണുമ്പോ അല്ലാഹു മലക്കുകളോട് പറയും, നിങ്ങൾ കണ്ടോ, നിങ്ങൾ ചെയ്യുന്ന തസ്ബീഹിനേക്കാൾ വലുതാണ് ആ പാവങ്ങളുടെ കരച്ചിൽ. നിങ്ങൾ ചെയ്യുന്ന തഹ്ലീലിനേക്കാൾ വലുതാണ് ആ പാവങ്ങളുടെ കണ്ണീർ. അതുകൊണ്ട് കണ്ടോ മലക്കുകളെ, നിങ്ങൾ കണ്ടോ, മനസ്സിലാക്കിക്കോ എന്റെ അടിമകളുടെ മഹത്വമെന്ന് അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കരച്ചിൽ എവിടെയുള്ളൂ?
ഭൂമിയിലേ ഉള്ളൂ. നമ്മൾ കരയുന്നത് കാണാൻ ആര് വരുന്നുണ്ട്? മലക്കുകൾ ആ രംഗം കാണാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാവാണ്. അതിനു വേണ്ടിയാണ് അവർ വരുന്നത്. നമ്മളെക്കുറിച്ച് എത്രയോ കുറ്റം പറഞ്ഞവരാണ് മലക്കുകൾ, അല്ലെ? നമ്മളെ സൃഷ്ടിക്കാൻ സമയത്ത് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, ദാ ഞാൻ ഭൂമിയിൽ ഒരു പുതിയ പടപ്പിനെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണ്? ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. നീ ഭൂമിയിൽ രക്തം ചൊരിയുന്ന, കുടുംബബന്ധം വിച്ഛേദിക്കുന്ന, സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം മടിയുണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ ഭൂമിയിൽ ഉണ്ടാക്കാൻ പോവുകയാണോ? നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. നിനക്ക് തസ്ബീഹ് പറയാനും നിന്നെ സ്തുതിക്കാനും ഞങ്ങളുണ്ടല്ലോ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റം പറഞ്ഞവരാണ് ആരും മലക്ക്. വെറുതെ ഇവരുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കണോ? അപ്പൊ അള്ളാഹ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട് മലക്കുകളെ. അതാണ് അല്ലാഹു തആല ഇവിടെ കണ്ടില്ലേ? നിങ്ങൾ അന്ന് കുറ്റം പറഞ്ഞവരാ. അവര് കരയുന്നത് കണ്ടില്ലേ? അവരുടെ കണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് വീഴുന്ന ഓരോ കണ്ണുനീർത്തുള്ളിക്കും നിങ്ങൾ ചെയ്യുന്ന തസ്ബീഹിനേക്കാൾ വിലയുണ്ട് എന്ന് ആ രംഗം കാണാനാണ് മലക്കുകൾ വരുന്നത്. ജിബ്രീലും വരും, അവരുടെ ക്യാപ്റ്റൻ. ജിബ്രീൽ വരുന്നത് എന്തിനു വേണ്ടിയാണ്? ജിബ്രീൽ മുഴുവൻ നന്മകളും വീക്ഷിച്ച ആളുകൾക്ക് ആശീർവാദം അറിയിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ പ്രവാചകന്റെ വേർപാടിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ വളർത്തുമ്മയായ ഉമ്മു ഐമനാണ്. ഉമ്മു ഐമൻ നബിയുടെ വളർത്തുമ്മയാണ്. ഏറ്റവും കൂടുതൽ വല്ലാത്ത രീതിയിൽ കരഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, വിഷമിക്കല്ലേ, മരണം എല്ലാവർക്കും ഉള്ളതല്ലേ, പ്രവാചകനാണെങ്കിലും മരണപ്പെടുമല്ലോ, അതുകൊണ്ട് സങ്കടപ്പെടല്ലേ, മാതാവിനെ ആശ്വസിപ്പിച്ചു. വളർത്തുമ്മേ. അപ്പോൾ ആ ഉമ്മ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, ഞാൻ കരയുന്നത് പ്രവാചകന്റെ വേർപാട് ഓർത്തിട്ടല്ല, ഞാൻ കരയുന്നത് പ്രവാചകന്റെ വിയോഗം ഓർത്തിട്ടല്ല, ഞാൻ കരയാനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞെങ്കിൽ അതിനർത്ഥം പ്രവാചകനുള്ളപ്പോൾ ഭൂമിയിലേക്ക് വന്നിരുന്ന ജിബ്രീൽ ഇനി ഭൂമിയിലേക്ക് വരില്ലല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ജിബ്രീലിന്റെ കരസ്പർശം നഷ്ടപ്പെട്ടു പോകുമല്ലോ. നബി ഇല്ലെങ്കിൽ പിന്നെ ജിബ്രീൽ വരേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഖുർആൻ ഇറക്കി, അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന്. അതിനുള്ള ആ സങ്കടത്തിനുള്ള പരിഹാരമായിട്ട് അല്ലാഹ് തീരുമാനിച്ചു, പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞാലും വർഷത്തിൽ ഒന്ന് ജിബ്രീൽ വന്നു പോവട്ടെ. അതാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ക്യാപ്റ്റനായിട്ട് വരുന്നത്. അതാണ് അല്ലാഹു തആല പറഞ്ഞു, ഈ രാത്രിയിൽ മലക്കുകളും റൂഹ് എന്ന് പറയുന്ന ജിബ്രീലും ഭൂമിയിലേക്ക് ഇറങ്ങും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതം വരെ ഭൂമിയിൽ സമാധാനമായിരിക്കും ഉണ്ടാവുക. പ്രഭാതം വരെ ഭൂമിയിൽ സന്തോഷം. മലക്കുകൾ അതിനുവേണ്ടി വരുന്നതാണ്. പത്രത്തോളം മലക്കുകൾ ഇറങ്ങി വരുന്ന അവരെ നമ്മളെ വീക്ഷിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുകയാണ്? അള്ളാഹു നൽകിയ ആരോഗ്യം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു നൽകിയ സമയം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു നൽകിയ ആയുസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു നൽകിയ സമ്പത്ത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു നൽകിയ കായിക ശേഷി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു നൽകിയ ഒഴിവ് സമയം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? മലക്കുകൾ വീക്ഷിക്കുകയാണ്. അങ്ങനെ വീക്ഷിക്കുന്ന മലക്കുകളെ നമ്മൾ നിരാശപ്പെടുത്തിക്കൂടാ. കാരണം ആ മലക്കുകൾ കൊടുക്കുന്ന റിപ്പോർട്ടാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തിപ്പെടുക. നമ്മൾ നിരീക്ഷിക്കാൻ ഒരാൾ വരുമ്പോ, അല്ലെങ്കിൽ ഒരാൾ വരുന്നുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ പഴയതിനേക്കാൾ കൂടുതൽ ഉഷാറാകും, കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് ചെയ്യും. കാരണം ഈ റിപ്പോർട്ട് അങ്ങോട്ട് പോകാനുള്ളതാണ്. നമ്മളെക്കുറിച്ചുള്ള റിപ്പോർട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്താനുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രാത്രിയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടാനും ഈ മഹത്തായ രാത്രിയിൽ ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിച്ചു. പടച്ചതമ്പുരാൻ ഈ രാത്രിയും മറ്റുമെല്ലാം അനുകൂലമായി സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.